ഒരു ദേശീയ നേതാവ് കേരളത്തിലേക്ക് വരുമ്പോഴുണ്ടാവുന്ന ഓളം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ച 2 ദിവസങ്ങൾക്ക് മുൻപ് അമിത് ഷാ എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് പ്രശാന്ത് സാർ. എന്നാൽ രാഹുൽ ഗാന്ധി ഇന്നലെ കേരളത്തിൽ എത്തിയിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. വാർത്തകളിൽ എവിടെയും അത്തരത്തിലുള്ള തലക്കെട്ടുകളൊന്നും കാണാനില്ല. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാകുന്നു എന്ന് വേണോ കരുതാൻ? തീർച്ചയായിട്ടും. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ നാളെ കാലത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാനും ഇപ്പോഴും നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയിലുടനീളം ഈ ആട് കിടക്കുന്നിടത്ത് ഒരു കൂടെ എന്ന് പറയുമ്പോൾ ഇപ്പോഴും കോൺഗ്രസിനെ തെരഞ്ഞാൽ കാണും. ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പൊ അത്തരത്തിൽ ഒരു 100 കൊല്ലം പഴക്കമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ പ്രഥമ നേതാവ് എന്ന് തന്നെ പറയാം. അതിനകത്ത് ഗാർഗിയ ഒന്നുമല്ല. ഗാർഗിയ ചുമ്മാ അതൊരു സാധനമായിട്ട് വെച്ചേക്കുന്നത്. നമ്മൾ ഈ റബ്ബർ പ്രധാനപ്പെട്ട ആൾ ഒപ്പിട്ടിട്ട് അതിന്റെ കീഴിൽ സീൽ അടിക്കത്തില്ലേ, അപ്പൊ അതുപോലെ സീലായിട്ട് കണ്ടാൽ മതി ഗാർഗയൊക്കെ. ഒപ്പിടുന്ന വേറെ ആൾ. അപ്പൊ ആ ഒപ്പിടുന്ന ആൾ, പ്രധാനപ്പെട്ട ആൾ, ഒരുപക്ഷെ ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ നാളെ കാലത്ത് കോൺഗ്രസ് അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് വന്നാൽ എന്നൊക്കെയുള്ള ഒരാൾ. ഇപ്പൊ തന്നെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹം തന്നെയാണ് രാഹുൽ. രാഹുലിന് പഴയ പ്രസക്തി ഇല്ലാതാണ്. ഇന്നലെ രാഹുൽ ഇവിടെ വന്നു. അതിന്റെ തലയാഴ്ച നമ്മുടെ അമിത്ഷാ ഇവിടെ വന്നു. അമിത്ഷാ വരുമ്പോൾ ഉള്ള ഒരു ആരവവും അല്ലെങ്കിൽ യൂട്യൂബർമാരുടെയൊക്കെ ഒരു തിരക്കലും, അല്ലെങ്കിൽ അദ്ദേഹം വരുമ്പോൾ ഒരു വാർത്ത കൊടുത്താൽ അതിന്റെ ഒരു പ്രാധാന്യവും, അതുകൊണ്ട് അദ്ദേഹത്തെ എടുത്തു കാണിക്കുന്നതിന് എല്ലാവരും കാണിക്കുന്ന ഒരു പ്രസക്തിയും ഒന്നും ഈ രാഹുൽ ഗാന്ധി പണ്ട് വരുമ്പോൾ, കോൺഗ്രസ് നേതാക്കന്മാർ പണ്ട് വരുമ്പോൾ, പ്രിയങ്ക ഗാന്ധി വന്നു വരുമ്പോൾ, വളരെ പുറകിൽ ഇന്ദിരാഗാന്ധി വരുമ്പോഴും ഒക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു ആരവം ഇന്നില്ല. ഇന്നലെ എന്തോ ഫ്ലൈറ്റ് ഇറങ്ങി പുള്ളി വന്നു, കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിരന്നു നിന്നു, KPCC പ്രസിഡന്റ് ഇപ്പുറത്ത് കെ മുരളീധരൻ നിന്നു, അപ്പുറത്ത് KC വേണുഗോപാൽ നിന്നു, അവരെല്ലാം കൂടെ ഇപ്പുറത്ത് അടൂർ പ്രകാശ് നിന്നു, ഇവരെല്ലാം കൂടെ നിരന്നു നിന്നു. ഒരു വലിയ സ്റ്റേജ് കെട്ടി, സ്റ്റേജിനകത്ത് 150 പേരിരുന്നു. അവർ കുറെ ആളിനെ കൊണ്ടുവന്നു, ആ ആൾക്കാർ പ്രസംഗിച്ചു. അതിനകത്ത് പരിപാടിക്ക് പോലും പ്രാധാന്യമില്ലാതെ പോകുന്ന രസം. നമ്മൾ ചർച്ച ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ ഈ പറയുന്നത് പോലെ ഇന്ത്യക്ക് വേണ്ടാതെ ആകുന്നു, ജനത്തിന് വേണ്ടാതെയാകുന്നു. അത്തരത്തിൽ വേണ്ടാതെ ആകുന്നത് കൊണ്ട് മാത്രമാണ് പണ്ട് കേരളത്തിൽ വരുമ്പോഴുള്ള രാഹുൽ, പണ്ട് രാഹുലിനെ പൊക്കിപ്പിടിച്ചിരുന്ന മനോരമ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പത്രങ്ങൾ എല്ലാവർക്കും രാഹുലിന്റെ ഒരു വാർത്ത കൊടുത്താൽ വ്യൂവേഴ്സ് കൂടും, ചാനലുകൾ അദ്ദേഹത്തിന്റെ വാർത്ത വന്നാൽ വ്യൂവേഴ്സ് കൂടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയും പ്രാധാന്യമുണ്ട്, അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി, അദ്ദേഹം പറയുന്നത് തിരയുന്നതിന് വേണ്ടി ആളുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മാധ്യമങ്ങൾ തിരയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരയുന്നില്ല ജനം, അദ്ദേഹം പ്രസക്തമല്ല എന്നുള്ള രീതി വന്നപ്പോൾ മാധ്യമങ്ങൾ കൂടി അദ്ദേഹത്തെ കൈവിട്ടു. അതായത് രാഹുലിനെ ഇന്ത്യ കൈവിടുന്നു. അതായത് ഇനിയൊരവസരത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ പോലും രാഹുലിന്റെ മുഖം വെച്ച് വരാൻ പറ്റുന്ന ഒരവസ്ഥയില്ല, അല്ലെങ്കിൽ അതിനെ അദ്ദേഹത്തിന് കൊള്ളില്ല എന്നുള്ള രീതിയിലേക്ക് ജനം തിരിച്ചു. ഇത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ടാണ്. കോൺഗ്രസിൻ്റെതല്ല രാഹുലിന്റെ നിലപാട്, അല്ലെങ്കിൽ കോൺഗ്രസ് നിലപാടിനൊപ്പമല്ല, രാജ്യത്തിനൊപ്പമല്ല, രാജ്യ താല്പര്യത്തിനൊപ്പമല്ല. അദ്ദേഹം പറയുന്നത് ഏറ്റവും അവസാനം ഈ പറയുന്ന പഹൽഗാമിനും സിന്ദൂറിനും ശേഷം പറഞ്ഞ അഭിപ്രായം, അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റെടുത്ത, അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ, ഇതൊന്നും ഇവിടുത്തെ ഒരു ജനത്തിനും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ പാകിസ്ഥാന്റെ ഭാഗം നിന്ന് ചോദിച്ചു. അദ്ദേഹം സിന്ദൂറിന് ശേഷം ലോകം മൊത്തം ഇന്ത്യ അംഗീകരിച്ച ഇന്ത്യയെ ഇവിടെ വീണ്ടും ചോദിക്കുന്ന, ശത്രു രാജ്യം പോലും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചു. ജയിച്ചോ എന്നുള്ളതല്ല, ജയിച്ചത് അംഗീകരിക്കാൻ പുള്ളി തയ്യാറായില്ല. പാകിസ്ഥാൻ കാലെ പിടിച്ച് നിർത്തിയ യുദ്ധത്തിനകത്ത് അത് വേറെ ചിലരുടെ ഇടപിടിയിൽ കൊണ്ട് നടത്തിയതാണ്. നമ്മൾ സറണ്ടർ ചെയ്തതാണ്. നമ്മളുടെ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചെന്ന് ലോകം പറയുമ്പോൾ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇന്ത്യ നാണം കെടുത്തുന്നു, ഇന്ത്യൻ സൈനികരെ നാണം കെടുത്തുന്നു. ഇത് പറയുന്നതിനോ ഇത് കേൾക്കുന്നതിനോ താല്പര്യമുള്ള ഒരു ജനം ഇന്ന് ഇന്ത്യയിൽ ഇല്ല. അതായത് ജനാധിപത്യ രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ ആ ദേശീയത ഉൾക്കൊള്ളുന്ന, ജാതി മത ഭേദമന്യേ ഉള്ള ആൾക്കാർ, ഇന്ത്യക്കൊരു കുഴപ്പം വന്നാൽ അതുവരെ ശത്രുവായിട്ട് നിൽക്കുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമല്ല ഒന്നിച്ചാണ് എന്നുള്ള രീതിയുള്ള ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്ത്യ ആർക്ക് കൊടുത്തത്?
അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമുള്ള കുഴപ്പങ്ങൾ വരുമ്പോൾ ശത്രുവിന്റെ ഭാഗം സംസാരിക്കുന്ന രാഹുലിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു രീതി കൊണ്ടാകാം രാഹുലിന്റെ പുറകിൽ ആളില്ലാത്തതെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇന്നലെ ഇദ്ദേഹം ഇവിടെ വന്നത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനാണ്. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് അദ്ദേഹം ഒരു സത്യം പറഞ്ഞു വളരെ കാലത്തിന് മുമ്പ്. അത് നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എനിക്കത് കേട്ടപ്പോൾ അദ്ദേഹത്തെ ആ കാര്യത്തിൽ മാത്രമെങ്കിലും അംഗീകരിക്കേണ്ടി വരും. നിങ്ങൾ കേരളത്തിലുള്ളവർ കോൺഗ്രസ്സുകാർ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ അനുകരിക്കണം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സംഘടനാ പ്രവർത്തനം നടത്തണം. ഉമ്മൻചാണ്ടി എന്താണ് ചെയ്തത് അത് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് വിജയിക്കാം. അത് ശരിയായ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു എന്റെ ഗുരുവാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഗുരു ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഈ മാതിരിയുള്ള അബദ്ധങ്ങൾ പറ്റത്തില്ല, ഈ മാതിരിയുള്ള ഗോഷ്ഠികൾ കാണിക്കത്തില്ല, ഈ മാതിരി ജനത്തിന് വേണ്ടാത്തൊരു നേതാവാവത്തില്ല. അപ്പം ഇദ്ദേഹം ഇന്നലെ പറഞ്ഞ ഒരു സത്യം, ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി ആവാൻ ഒരു കോൺഗ്രസ്സുകാരൻ ശ്രമിച്ചാൽ, ഒരു നേതാവ് ശ്രമിച്ചാൽ കോൺഗ്രസിന് രക്ഷപ്പെടാം. രണ്ടാമത് പറഞ്ഞൊരു കള്ളം എന്റെ ഗുരുവാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത്. ഉമ്മൻചാണ്ടിയെ ഗുരുവായിട്ടോ ഉമ്മൻചാണ്ടിയുടെ ഒരു ദിവസത്തെ രാഷ്ട്രീയ പ്രവർത്തനം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മാത്രം മതിയാവും രാഹുൽ ഗാന്ധിക്ക് അടുത്ത 10 കൊല്ലത്തിനകത്ത് ഇന്ത്യ മഹാരാജ്യം പിടിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതുവരെ നടക്കാത്ത ആ കാര്യം നടത്താൻ സാധിക്കും. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത്, അദ്ദേഹം ഇന്നലെ കേരളത്തിൽ വന്നു. ആർക്കും വേണ്ടാത്ത രാഹുൽ, ആർക്കും ആരവുമില്ലാത്ത രാഹുൽ, പ്രതിപക്ഷ നേതാവും കോൺഗ്രസിനകത്ത് പോലും അദ്ദേഹത്തെ കൊണ്ട് ഇനിയൊരു കാര്യമില്ല എന്ന് വിചാരിക്കുന്ന രാഹുൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പുറംതിരിഞ്ഞ് നിൽക്കുന്ന രാഹുൽ, അത്തരത്തിലുള്ള ഒരു രാഹുലാണ് ഇന്നലെ കേരളത്തിൽ വന്നത്. അത് തന്നെയാണ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വീണ്ടും ജനങ്ങളിൽ എത്തിക്കുന്നതിന് മാധ്യമം പുറംതിരിഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അപ്രസക്തമാകുന്നു രാഹുൽ, അതിന്റെ കൂടെ കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും. യെസ്, തീർച്ചയായും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ വ്യക്താവായിട്ടും കോൺഗ്രസിന്റെ ലോക്സഭയിലെ അങ്ങനെയൊക്കെയുള്ള പദവികളിൽ ഇരിക്കുന്ന ഒരാളായിരുന്നിട്ട് പോലും കേരളത്തിലെത്തിയപ്പോൾ വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം പോലും ലഭിക്കാതെ പോയത്. നമുക്കറിയാം പ്രശാന്ത് സാർ, നിരന്തരം രാഹുൽ ഗാന്ധി ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സന്ദർശനം നടത്തി എന്നതിന്റെ പേരിലല്ല. ആർമിക്കാർക്കെതിരെ, നമ്മുടെ പട്ടാളക്കാർക്കെതിരെ, സേനാ വിഭാഗങ്ങൾക്കെതിരെ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ, അതുമല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ, എന്തിനേറെ പറയുന്നു ഇന്ത്യക്കെതിരെ പോലും സംസാരിക്കുന്നു. ആ രീതിയിൽ കോടതികളിൽ കേസുകൾ എത്തുന്നു, ജാമ്യം നേടുന്നു. അതിന്റെയൊക്കെ തിരക്കിലാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാളെ മാധ്യമങ്ങൾ ആ വാർത്തകൾ നൽകിയാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് എന്ന് വേണം കരുതാൻ. മാത്രമല്ല കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര വിഷയങ്ങളും ഒക്കെ നമുക്കറിയാം. ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിയെ ഇന്ന് പ്രസക്തനാക്കി അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം നേടി നിർത്തുന്നത്. പകരം കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമുള്ള സംസ്ഥാനങ്ങളിലോ അദ്ദേഹം സന്ദർശനം നടത്തുന്നത് മാധ്യമങ്ങൾ അറിയുന്നില്ല, നാട്ടുകാർ പോലും അറിയുന്നില്ല എന്ന് വേണം കരുതാൻ. അമിത്ഷാ 2 ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തി. അദ്ദേഹം വന്നത് BJPയുടെ ചില ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാനാണ്. പാർട്ടി ഓഫീസ് ഉൾപ്പെടെയുള്ള ഉദ്ഘാടനം അത്തരത്തിലാണ് വന്നത്. അതുപോലും എത്രയേറെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് പല ചാനലുകളിലും അതൊക്കെ തത്സമയ സംപ്രേഷണമായിരുന്നു. എന്നിട്ട് പോലും രാഹുൽ ഗാന്ധി വരുന്ന വിവരം ആരും അറിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. നമ്മൾ പോലും അതൊരു ചർച്ചാ വിഷയമാക്കുന്നത്, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു എന്നുള്ള ഒരു ചർച്ച നമ്മൾ നടത്തുന്നത് പോലും ഇന്നാണ്. അത്രയേറെ രാഹുൽ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തനാകുന്നു എന്നത് വ്യക്തമാവുകയാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.